ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള മുത്തപ്പൻ്റെ മടപ്പുരയിൽ 2 ദിവസം ഉത്സവമാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി മുത്തപ്പന് നേർച്ച കൊടുക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേർച്ചയൊക്കെ കൊടുത്തു. ഇതാണ് അമ്പലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി അവിടെ കടയുണ്ടായിരുന്നു. അത് കാണുമ്പോഴൊക്കെ യാതും തുടങ്ങി ഓരോന്ന് വാങ്ങാൻ. അങ്ങനെ 2 പേരും ഓരോ സാധനം അങ്ങനെ വാങ്ങി. ബോളും വേറെ എന്തോ അവൻ വാങ്ങി. പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ ബാക്കിയുള്ളത് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ ദോശയും ഉള്ളി ചട്നിയാണ് ഉണ്ടാക്കിയത്. അതിനായി ഉള്ളി നന്നായി അരിഞ്ഞ് അതിലേക്ക് ചുവന്ന മുളകും 2 വെളുത്തുള്ളിയും ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലോണം വഴറ്റി വരേണ്ട ആവശ്യമില്ല. ചെറുതായി ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി. പിന്നെ ഇന്ന് ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഉഴുന്ന് ദോശ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഉഴുന്ന് ദോശയും ചട്നിയാണ്. അങ്ങനെ ദോശ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് തന്നെ വേഗം ഫസ്റ്റ് കൊടുത്തു. അങ്ങനെ ദോശയും ഉള്ളി ചമ്മന്തിയുമായി. ഈ ചമ്മന്തി എങ്ങനെ അരക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളിയും ചുവന്ന മുളകും എല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് പുളിയും ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചെടുത്തതാണ് ഈ ഉള്ളി ചമ്മന്തി. അങ്ങനെ യാദുവും ഏട്ടനും കൂടി ഇന്ന് മടപ്പുരയിൽ പോയിരുന്നു. രാവിലെ പോയപ്പോൾ അവനെടുത്ത വീഡിയോ ആണ്. ഇന്ന് വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനുമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വന്നിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോയത്. ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് തന്നെ രാവിലെ പോയിട്ട് വന്നു. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരം വരെ അവിടെ ചെറിയ മുത്തപ്പനും വലിയ മുത്തപ്പനും ഉണ്ടാവും. അപ്പോൾ യാതു രാവിലെ തന്നെ എണീച്ച് പോയി. കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ നേരത്തെ തന്നെ പോയി. അപ്പോൾ അവനെടുത്ത വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. അതിനായി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്തു. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുക്കറിൽ 1 വിസിലോ 2 വിസിലോ ആയാൽ മതി. ചെറിയ ചുവന്ന പരിപ്പാണ് ഞാൻ ഇട്ടത്. പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് കടുകും നമ്മുടെ കടുകുമണിയുടെ കടുകും ചുവന്ന മുളകും ഇട്ടാൽ നമ്മുടെ പരിപ്പ് കറി റെഡി. ഇനി വൈകുന്നേരത്തേക്ക് ഒരു ചായക്ക് കടിയായാലോ, നമുക്ക് അവിലുപ്മാവ് ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നു. അതിനായി ഇഞ്ചി, പച്ചമുളക്, ഉഴുന്ന്, അവില് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ കടുകുമണി ചാനലിൻ്റെ കടുക് ഞാൻ അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്നും ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചിയും ഉള്ളിയും വഴന്നു വരുമ്പോഴേക്കും ഞാൻ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായി വഴറ്റി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങയും ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ കുതിർത്ത് വെച്ച അവിൽ അതിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. സിമ്പിളായി നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ അവിലുപ്മാവ് റെഡി ആയിരിക്കും. അവിലുപ്മാവിൻ്റെ കൂടെ ഒരു പഴവും കൂടി ആയാലോ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.